തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP ജനകീയമാക്കും. സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാനുള്ള മാസ്റ്റർ പദ്ധതികൾ നടപ്പിലാക്കും. കോർപ്പറേഷനിലെ അഴിമതികളെല്ലാം പുറത്തുകൊണ്ടുവരാൻ മേയർ VV രാജേഷ്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഗതാഗത പരിഷ്കാരത്തിന് കൂച്ചുവിലങ്ങിടും. കോർപ്പറേഷന് ലഭിച്ച ബസ്സുകൾ മന്ത്രിയുടെ ഇഷ്ടത്തിന് ഓടാനുള്ളതല്ലെന്ന് മേയർ. VV രാജേഷിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്ത്. പ്രധാനമന്ത്രിയുടെ മാസ് എൻട്രിയോടെ കേരള രാഷ്ട്രീയം ചടുലമാകും. തലസ്ഥാന നഗരിയുടെ ഭരണം ആദ്യമായി പിടിച്ചെടുത്തതോടെ സംസ്ഥാനത്തെ വലിയ പ്രതിപക്ഷ സ്വരമായി മാറുകയാണ് BJP. കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ പലതും പഴയ വാടകയിൽ തന്നെ തുടരുന്നതും അത് മറ്റുള്ളവർക്ക് മറിച്ചു നൽകി പണമുണ്ടാക്കുന്നതും പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയ തിരുവനന്തപുരം മേയർ VV രാജേഷ് സംസ്ഥാന ഗതാഗത വകുപ്പിന് നേരെയും തിരിഞ്ഞിരിക്കുന്നു. സ്മാർട്ട് സിറ്റി ബസ്സുകൾ തലസ്ഥാനത്തിന് പുറത്തേക്ക് അനുവദിക്കില്ലെന്ന് മേയർ VV രാജേഷ് വീണ്ടും ആവർത്തിച്ചു വ്യക്തമാക്കി. ഇതോടെ വിഷയം വീണ്ടും സജീവമാകുകയാണ്. എന്നാൽ തലസ്ഥാനത്തേക്കുള്ള യാത്രക്കാരെ കൊണ്ടുവരാനാണ് ബസ് ഓടിക്കുന്നതെന്നും നഷ്ടത്തിൽ ഓടിക്കാനാവില്ലെന്നുമാണ് KSRTCയുടെ നിലപാട്. മേയറായി ചുമതലയേറ്റതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്മാർട്ട് സിറ്റിക്കായി കോർപ്പറേഷൻ KSRTCക്ക് നൽകിയ 113 ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ തന്നെ സർവീസ് നടത്താനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മേയർ വ്യക്തമാക്കിയത്. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം മറ്റ് സ്ഥലങ്ങളിൽ ഓടിക്കുകയാണ്. നഗരത്തിന് പുറത്തേക്ക് നൽകിയ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണം. കോർപ്പറേഷന് കൃത്യമായ ലാഭവിഹിതം കിട്ടണമെന്നും മേയർ പറഞ്ഞു. മേയറായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ടുള്ള മേയറുടെ നീക്കം. കരാർ മാറ്റാൻ 1-2 വ്യക്തികൾക്ക് അധികാരമില്ല. ബസ്സുകൾ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷന് നൽകിയതാണ്. കോർപ്പറേഷന് കിട്ടിയത് കോർപ്പറേഷനിലുള്ളവർക്ക് ഉപകാരപ്പെടണമെന്നും KSRTCയുമായുള്ള കരാർ രേഖകൾ പരിശോധിക്കണമെന്നും VV രാജേഷ് പറഞ്ഞു. അതേസമയം ബസ്സുകളുടെ കാര്യത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇതുവരെ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ ബസ് തർക്കത്തിൽ രാജേഷിനെ പരിഹസിച്ച് മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്നു. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവിധി മാനിക്കുന്നു. പ്രതിപക്ഷമെന്ന നിലയിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കും. പ്രധാനമന്ത്രി വരുമ്പോൾ ഞങ്ങൾക്കും ആവശ്യമുന്നയിക്കാനുണ്ട്. തെരുവുനായ ശല്യം ഒഴിവാക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് മേയർ കത്ത് നൽകണമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം മേയറായി ചുമതലയേറ്റതിന് പിന്നാലെ R ശ്രീലേഖയും VK പ്രശാന്ത് MLAയും തമ്മിൽ കെട്ടിട ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുത്തിരുന്നു. എന്നാൽ ശ്രീലേഖയെ മയപ്പെടുത്തുന്ന നിലപാടാണ് VV രാജേഷ് കൈക്കൊണ്ടത്. അതിന് പിന്നാലെ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം. ഈ വിവാദം മുറുകവെയാണ് വീണ്ടും ബസിന്റെ പേരിലും തർക്കം ഉടലെടുത്തിരിക്കുന്നത്. വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും. മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റം നടന്നിട്ടുള്ളതെന്നും യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPക്കായിരുന്നു മേധാവിത്വം. അക്കാലത്തു തന്നെ ക്രമക്കേട് ബോധ്യപ്പെട്ടിരുന്നുവെന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. അനധികൃത കൈമാറ്റം എല്ലാം തിരിച്ചു പിടിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. മാസത്തിൽ 250 രൂപ വാടകയ്ക്ക് വരെ കടകൾ കൈമാറിയിട്ടുണ്ട്. ഇവയെല്ലാം വൻതുകയ്ക്ക് മറിച്ചു നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് സെക്രട്ടറി വ്യക്തമാക്കണം. VK പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയണമെന്ന് ശാസ്തമംഗലം കൗൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ വിവാദമായി മാറിയതിനിടെയാണ് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ സമഗ്ര അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതും ബസ് തർക്കം രൂക്ഷമാകുന്നതും. തിരുവനന്തപുരം നഗരവികസനം ലക്ഷ്യമിട്ട് ബൃഹത് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരിയിലെത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ആദ്യമായി BJP പിടിച്ചെടുത്തതിൽ ആഹ്ലാദവാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെയും മേയർ VV രാജേഷിനെയും ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. ജനുവരിയിൽ തിരുവനന്തപുരം സന്ദർശിക്കുമെന്ന സൂചന പ്രധാനമന്ത്രി നൽകിയതായും ഇവർ വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്തെയും സംസ്ഥാനത്തെ ആകെയും സ്വാധീനിക്കാൻ പോന്ന വിധമുള്ള രാഷ്ട്രീയ നീക്കം BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രിയുടെ മാസ് എൻട്രിയും വികസന പദ്ധതി പ്രഖ്യാപനങ്ങളും തന്നെയാകും അതിൽ പ്രധാനം. അതിനെ നേരിടാൻ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ വലിയ ജാഗ്രത പുലർത്തുന്നതിനും സംസ്ഥാന രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കും.